ടർക്കി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ടർക്കിയെ പുള്ളി ചെയ്ത് വെച്ചേക്കുക. പിന്നെ കുറച്ച് 1 കപ്പ് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾ, ഇപ്പോൾ ക്യാരറ്റ്, ഓണിയൻ, പെപ്പർ, ഗ്രീൻ ബീൻസ്, മഷ്റൂം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഇപ്പം ചിക്കനായാലും ഇതുപോലെ ഉണ്ടാക്കാം. ഓക്കെ, ടർക്കി വേണമെന്നില്ല ചിക്കൻ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഇരിപ്പുണ്ടെങ്കിൽ അതിങ്ങനെ പുള്ളി ചെയ്ത് വെച്ചാലും മതി. ഓക്കെ, വേവിച്ച് വെച്ച ചിക്കൻ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചേക്കുക. ഒലിവ് ഓയിൽ എന്താ ഓയിലെന്ന് വെച്ചാൽ. പിന്നെ 2 എഗ്ഗ്, അത് നമ്മളിങ്ങനെ ജസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഇടാനെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഈ മുളകില്ലേ, വറ്റൽമുളക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ കുറച്ച് പെപ്പർ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നു, കുരുമുളക്. പിന്നെ ഒരു കഷ്ണം ജിഞ്ചറും ഗാർലിക്കും എടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഇത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ലീഫ് എടുത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ഇത്തിരി വിനീഗറും കുറച്ച് സോയാ സോസും ഒലിവ് ഓയിലുമാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഈ ബസ്മതി റൈസ് എടുക്കുമ്പോൾ നമ്മൾ എത്ര കപ്പ് എടുക്കുന്നു അതിൻ്റെ ഡബിളും പിന്നെ കുറച്ചൊരു അതിൻ്റെ ഒരു ഹാഫ് ഫുഡ് എടുക്കും. ഇപ്പം ഞാനൊരു കപ്പ് ബസ്മതി റൈസിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ആദ്യം ഫ്രൈ ചെയ്യുക, പിന്നെ വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്തിട്ട് ചെറുതായിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് വെള്ളം പറ്റുന്നിടം വരെ വെച്ചിട്ട് നമ്മൾ പറ്റിച്ചെടുക്കുക. ഞാൻ ആദ്യം ഈ റൈസ് വേവിക്കാൻ പോവാം. ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു പാത്രം വെച്ചു. ഇനി കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ച് ഒലിവ് ഓയിൽ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ കുറച്ചിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചൂടാവുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഒന്ന് ഫ്രൈ ചെയ്യുക. റൈസ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാം. ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് അത് ബോയിൽ ചെയ്ത് വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് പറ്റിച്ചെടുക്കാം. തിളയ്ക്കുന്നുണ്ട്. അത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ റൈസ് അവിടെ നിന്ന് ആകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഓക്കെ, അത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം ഒത്തിരി വെന്ത് പോകുന്നുണ്ടോ റൈസ് എന്നൊക്കെ. ഉണ്ടെങ്കിൽ നമുക്കിത് തുറന്ന് വെച്ചിട്ട് പറ്റിച്ചെടുത്താൽ മതി. ഞാൻ കുറച്ച് ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, എനിക്കൊന്ന് ഈ റൈസിന് ഒത്തിരി വേവുണ്ടാവും. അത് തുറന്ന് വെച്ച് വേവിക്കാൻ വെച്ചിരിക്കുക. തുറന്ന് വെച്ചിട്ടാണ് വെള്ളം വെച്ചെടുക്കാമെന്ന് വെച്ചു. ഇത് റൈസ് ആകുന്നപ്പോഴത്തേക്കും നമുക്ക് ഈ എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിനകത്തോട്ട്. അപ്പം ഞാൻ അതിനും ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എഗ്ഗ് ഞാനിങ്ങനെ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട്. നമുക്കിതെടുത്തിട്ട് മറ്റ് വെജിറ്റബിൾ അരി വെച്ചേക്കുന്നതിലൂടെ ഒന്ന് വേവിച്ചെടുക്കാം. റൈസ് ഞാൻ പറഞ്ഞിങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ഒന്ന് ലോ ഫ്ലെയിം വെച്ചിട്ട് വെള്ളം ഒന്ന് പറ്റിച്ചെടുത്താൽ മതി. ഗാർലിക്കും ജിഞ്ചറും എടുത്ത് വെച്ചാൽ അതൊന്ന് ചതച്ച്. ഓക്കെ, അപ്പോൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അരിഞ്ഞ് വെച്ച്. അപ്പം ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് വെജിറ്റബിളൊക്കെ അതിനകത്തിട്ട് വെജിറ്റബിൾ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ടർക്കി ഇട്ട് പിന്നെ റൈസ് ഇട്ടിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്കൊരു പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിനകത്തോട്ട് നമുക്ക് ഈ ഓണിയൻ ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഒത്തിരി ഫ്രൈ ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ആക്കിയാൽ മതി. ഒത്തിരി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യും. അതൊന്ന് ചെറുതായിട്ട് ആ ഗാർലിക്കിൻ്റെ ജിഞ്ചറിൻ്റെ ഒരു മണം ഇല്ല, അതൊന്ന് മാർക്കിട്ടാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിളും ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആദ്യം ഓണിയൻ ഇട്ട് പിന്നെ ജിഞ്ചറും ഗാർലിക്കും വെച്ച് കൊടുത്ത് പിന്നെ ഞാൻ ബാക്കിയുള്ള വെജിറ്റബിളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി ഉപ്പൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. എനിക്ക് 2-3 മിനിറ്റ്. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഈ സോയ സോസ് ഒഴിക്കുമ്പം അതിന് ഉപ്പുണ്ട്. അപ്പം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ ആയിട്ട് എടുക്കണം. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബസ്മതി റൈസ് അനുസരിച്ചിരിക്കുന്നത് വെള്ളം ഒഴിക്കുകയും അടച്ച് വെച്ച് വേവിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, ഓരോ ബസ്മതി റൈസിനും ഓരോ ടൈപ്പ് വേവൊക്കെ ആയിരിക്കും. അപ്പം നമ്മളത് നോക്കിയിട്ട് വേണം വെള്ളമൊക്കെ ആഡ് ചെയ്ത്
ഇപ്പോൾ നന്നായിട്ടായിരിക്കും ഇതുപോലെ റൈസ് ഇങ്ങനെ ആക്കിയെടുക്കണം. ഇത് കഴിഞ്ഞ് ഞാൻ ഈ ക്രഷ് ചെയ്ത് വെച്ച പെപ്പറും മുളകിൻ്റെയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാം. അടുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്നും ചൂടാക്കി ഇപ്പോൾ ഞാൻ ടർക്കിയും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വെജിറ്റബിൾ ഇട്ട് കൊടുത്തു, പിന്നെ ക്രഷ് പെപ്പറും മറ്റേ മുളക് കൂടി ഇട്ട് കൊടുത്ത് ടച്ച് ചെയ്യുക. ഇങ്ങനെ പുള്ളി ചെയ്ത് വെച്ച് ടച്ച് ചെയ്യുക. ഓൾറെഡി വെന്തതാണ്. എന്നിട്ട് ഞാൻ ഒന്നിച്ച് എണ്ണ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ച് ഇത്തിരി വിനീഗറും കുറച്ച് സോയാ സോസ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, കുറച്ച് സോയാ സോസ് കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവാം. ഇപ്പോൾ സോയാ സോസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വിനീഗർ ഒഴിച്ച് കൊടുത്തിരുന്നു, വിനാഗിരി ഒഴിച്ച് കൊടുത്ത് കുറച്ച് സോയാ സോസ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് റൈസിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് ആ റൈസ് കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ സോയാ സോസ് കുറച്ചുകൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരും ഇഷ്ടം പോലെ വേണമെങ്കിൽ റൈസിൻ്റെ പുറത്തോടെ ഒരിത്തിരി ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മിനിറ്റ് 2 മിനിറ്റൊക്കെ ഒന്ന് ചെയ്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ട് ഞാൻ ഇപ്പോൾ എഗ്ഗിനകത്തോട്ട് ആ സ്ക്രാമ്പിൾഡ് എഗ്ഗിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകാം. സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗ്, ഓക്കെ, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകാം. പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്ഗോട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് ഒന്നുകൂടെ അത് മിക്സ് ചെയ്ത് പക്ഷേ നമുക്കൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് എന്താ പറയുക സ്പ്രിംഗ് ഓണിയനും കുറച്ചിരിക്കുന്ന ബാക്കിയുള്ള എഗ്ഗ് കൂടെ വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി ബാക്കി ഇരുന്ന എഗ്ഗ് കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ, സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞ് വെച്ചാൽ ഞാനിങ്ങനെ അതിൻ്റെ പുറത്തൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ പോവാം. ഇപ്പോൾ ടർക്കിയൊക്കെ ഉണ്ടാക്കുന്നത് ബാക്കി വരിക ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ടർക്കി ഫ്രൈഡ് റൈസ് റെഡിയാണ്. നിങ്ങളും അപ്പോൾ ഇതുപോലെ ഒരു ടർക്കി ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. റിയലി യമ്മിയ. നിങ്ങൾ ഇത് ഹോട്ടോടുകൂടി കഴിക്കണം. ഓക്കെ, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, യമ്മി ആയിട്ടിരിക്കണം. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് യമ്മി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ്, ടർക്കി ഫ്രൈഡ് റൈസ് റെഡിയായി. റിയലി ടേസ്റ്റി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക.